വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ ഏവരും ഈ വിശുദ്ധ ദിനത്തിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കുന്നു. ഇതിലൂടെ മനുഷ്യ രാശിയോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹവും ത്യാഗവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്തുമാണ്? നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ ട്രാൻസിഷൻ ചെയ്യുവാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ പെസഹ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ടേമാണ് പാസ് ഓവർ. ഈ പാസ് ഓവർ അല്ലെങ്കിൽ ഈ പെസഹ അപ്പം എന്ന് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഇസ് ആൻ അൺലീവൻഡ് ബ്രെഡ്, ദാറ്റ് ഇസ് ഈ പുളിപ്പില്ലാത്ത അപ്പം, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പാസ് ഓവർ എന്ന് പറയുന്ന ടേം നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, പഴയ നിയമത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, പെസഹ എന്ന വാക്കിന് അവിടെ ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ യഹൂദരുടെ മോചനം, ദൈവത്തിന്റെ കരുണയും രക്ഷയും പ്രകടിപ്പിക്കുന്ന പെസഹയാണ് പഴയ നിയമത്തിലെ പെസഹ. പെസഹ എന്ന വാക്കിന് ഒരു അപ്പം അല്ലാതെ വേറൊരു മീനിങ് നമുക്ക് പറയാം. അതാണ് കടന്നു പോകും എന്നൊരർത്ഥം കൂടെ പെസഹായ്ക്കുണ്ട്. മിസ്രൈമിൽ യഹൂദർ ദാസ്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് ദൈവം മോശ വഴി അവരുടെ മോചനം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ 10 plagues were there. Out of that, the last plague was being decided. That means ദൈവം യഹൂദരുടെ വീടുകളെ രക്ഷിക്കാൻ ഒരു പ്രത്യേകമായ ഒരു വഴി നൽകിയിട്ടുണ്ടായിരുന്നു. അതാണ് ഓരോ കുടുംബവും ഓരോ പശുവിനെ ബലി നൽകി അതിന്റെ രക്തം വീടിന്റെ വാതിലിന്റെ അവിടെ അവര് പെരട്ടുന്ന ഒരു അല്ലെങ്കിൽ തേക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ദൈവം നിർദ്ദേശിച്ചത്. ഈ രക്തം ദൈവത്തിന്റെ ദൂതനെ അവരുടെ വീടുകൾക്ക് കടന്നു പോകാൻ പ്രേരിപ്പിച്ചു. അപ്പൊ ഇതാണ് ആക്ച്വലി ഈ പെസഹ ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്റ്റോറി. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോഴൊരു വ്യത്യാസം, ഇത് തലമുറകളായും ഈ യഹൂദ ജനം അല്ലെങ്കിൽ യഹൂദ തലമുറ ഈ പെസഹ എന്നൊരു ആചാരം നടത്തിക്കൊണ്ട് വരികയാണ്. അതിന്റെ മെയിൻ കാരണമാണ് അവര് ദൈവത്തിന്റെ കരുണയെ ഓർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവര് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഈ ഒരു രീതി, ആചാരം എല്ലാ രീതിയിലും അവര് ടൈം ബൈ ടൈം ദേ ആർ സെലിബ്രേറ്റിംഗ്. പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കൂടെ അവർക്ക് അവിടെ ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമ്മൾ ഇന്ന് അച്ഛൻ വായിച്ച ഇലങ്കരിയും ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് കൂടെ അവസാനമായി, ഏറ്റവും അവസാനമായി ആചരിക്കുന്ന അന്ത്യ അത്താഴം, ദാറ്റ് ഇസ് ദി പെസഹ, ദ ലാസ്റ്റ് സപ്പർ which we call. അപ്പൊ യഹൂദരുടെ പെസഹ ആഘോഷത്തിന്റെ ഭാഗമായി തീരുകയാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിലെ പെസഹ. അപ്പൊ ഇവിടെ തന്റെ ശരീരവും രക്തവും സിംബലൈസ് ചെയ്യുന്ന അപ്പവും വീഞ്ഞും കർത്താവ് തമ്പുരാൻ ശിഷ്യന്മാർക്ക് നൽകി. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരവും രക്തവുമാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുക. അതാണ് നമ്മുടെ we are celebrating in our holy Eucharist. നമ്മൾ എല്ലാ പ്രാവശ്യവും കുർബാനയിൽ അച്ഛൻ അപ്പവും വാഴ്ത്തുന്നു, വീഞ്ഞും വാഴ്ത്തിയാണ് നമ്മളത് കുടിക്കുന്നത്. അപ്പോൾ that is one set of Pesach which we are doing. The body and blood of Christ which is given to us, we are receiving it. അതാണ് പെസഹയുടെ അർത്ഥം, the last supper. പെസഹയുടെ ആചാരങ്ങൾ യഹൂദരുടെ ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഓർമ്മയാണെങ്കിലും യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴം പുതിയൊരു ആത്മീയ അർത്ഥം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് 2 അർത്ഥങ്ങളാണ്. ഒന്ന് ത്യാഗത്തിന്റെ ഒരു കോൺസെപ്റ്റ്, പിന്നെ മോചനത്തിന്റെ പ്രതീകം. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ മോചനവും നമ്മുടെ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുന്ന ത്യാഗം. ഗോഡ് ഇസ് അവന്റെ സ്വയമായി he is sacrificing for his people. That is the concept in New Testament.
യൂതരുടെ പെസഹ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ ഒരു ആത്മീയ ചേഞ്ച് അവിടെ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റ് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ you can see Tyaga, sacrifice, the total concept of the son giving sacrifice and ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി മാറുകയാണ്. പുതിയ നിയമത്തിന്റെ ഒരു പെസഹ ഒരു നമുക്കൊരു പുതിയ ഉടമ്പടി നൽകുകയാണ്, ന്യൂ കവനന്റ്. ഇന്ന് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ വായിച്ച് കേട്ട് കാണും, ന്യൂ കവനന്റ് ഇസ് ബീയിങ് ഗിവൻ. പുതിയ ഉടമ്പടി നമുക്ക് തരികയാണ്. അതിന്റെ ആരംഭമായി മാറുകയാണ് പുതിയ നിയമത്തിലെ പെസഹ. ക്രിസ്തുവിന്റെ ത്യാഗം മനുഷ്യരാശിയുടെ പാപമോചനത്തിനുള്ളതായി വിശ്വസിക്കപ്പെടുകയാണ് ഈ പുതിയ നിയമത്തിലെ പാസ്ഓവർ അല്ലെങ്കിൽ പെസഹായി. നമ്മൾ ഇതിന്റെ ആത്മീയ രൂപത്തിൽ വായിക്കുവാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യഹൂദരുടെ മോചനത്തിന്റെ ഓർമ്മയായ പെസഹ ക്രിസ്തീയ രീതിയിൽ, പുതിയ നിയമ രീതിയിൽ നമ്മൾ പോകുമ്പോൾ ആത്മീയ മോചനത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പെസഹായുടെ ആത്മീയതയെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ പെസഹാനെ കുറിച്ചുള്ള 3 ഗുണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം നൽകാൻ ആഗ്രഹിക്കുന്നു. 3 characteristics of Pesach. First is humility അല്ലെങ്കിൽ വിനയം. അപ്പൊ ഇത് നമുക്കറിയാവുന്ന 3 ഗുണങ്ങളാണ്. ഹ്യൂമിലിറ്റി നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പറയേണ്ട ആവശ്യമില്ല. വിനയം എന്ന ഒരു ഗുണം നമുക്ക് പെസഹായിലൂടെ കാണിച്ചു തന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതത്തിനെ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഈ വിനയം. കാരണം തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന സാഹചര്യം നോക്കുവാണെങ്കിലും തനിക്ക് ലഭിച്ച ഏറ്റവും നല്ല അധികാരം, ഏറ്റവും ഉയർപ്പെട്ട അധികാരം സേവനത്തിന് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു സാഹചര്യം നമ്മുടെ കർത്താവ് തമ്പുരാനുണ്ട്. അപ്പൊ അതൊരു ടോട്ടൽ ഹ്യൂമിലിറ്റി, ദാറ്റ് ഈസ് ദി ടോട്ടൽ എക്സാമ്പിൾ ഫോർ ഹ്യൂമിലിറ്റി. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ത്യാഗം, സാക്രിഫൈസ്. സോ അത് നമുക്കറിയാം, തൻ്റെ സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്കായി സ്വയ ജീവിതം നൽകിയ ഒരു നല്ല മനസ്സ് എന്ന് നമ്മൾ നോർമൽ വി ആർ യൂസിങ് ഫോർ ഹ്യൂമൻസ്. സോ അങ്ങനെ നമുക്ക് പറയാം, സ്വയ ജീവനെ അർപ്പിച്ച നമ്മുടെ ക്രിസ്തുവിന് ത്യാഗത്തിന്റെ മാതൃകയായി മാറുകയാണ്. അപ്പൊ മൂന്നാമത്തേത് സ്നേഹം, ലവ്. സോ ക്രിസ്തുവിന്റെ എല്ലാ സന്ദേശവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം ഈ സ്നേഹമാണ്. എവ്രിവെയർ യു ക്യാൻ സീ ഓൺലി ലവ്. അവരെങ്ങും പറഞ്ഞിട്ടില്ല ഗോ ആൻഡ് മേക്ക് എനിമീസ്. വി ആർ ഓൾവേസ് ബൗണ്ടഡ് ടു ലവ് ഈച്ച് അതർ. അതേത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും ഏത് രീതിയിലുള്ള സാഹചര്യമാണെങ്കിലും ഇറ്റ് ഈസ് ബീങ് ടോൾഡ് ആൻഡ് ടോട്ട് ടു us ടു ലവ് our people. അപ്പൊ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ക്ഷമയുടെയും കരുണയുടെയും മഹത്വം അവന്റെ പ്രവൃത്തിയിലൂടെ നമ്മളെ കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ഗുണങ്ങള് നമ്മൾ നമ്മുടെ ഡെയിലി ബേസിസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇത് പ്രയോഗിക്കാൻ ഒത്തിരിയേറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില സമയത്ത് നമ്മളത് ചെയ്യാറില്ല, നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം മേ നോട്ട് അലൗ us sometimes. സോ എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഹൗ വി ക്യാൻ ഹാവ് ഓൾ ദീസ് 3 characteristics in our day-to-day life. അതിനകത്ത് ആദ്യത്തെ പറഞ്ഞ നമ്മൾ വിനയം. അപ്പൊ വിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മൾ മറ്റുള്ളവരെ ആദരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. മറ്റുള്ളവരെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിനയം കാണിക്കുകയാണ്, അവരോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുമ്പോഴും സെയിം സിറ്റുവേഷൻ വി ആർ ഷോയിങ് ഹ്യൂമിലിറ്റി ടു ദാറ്റ് പേഴ്സൺ. രണ്ടാമത്തെ ഗുണം ത്യാഗം. ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ബേസിസിൽ ഹു ഈസ് ഗിവിംഗ് സാക്രിഫൈസ് ഫോർ യു ഓൾ? യുവർ പേരൻസ്, ഓഫ് കോഴ്സ്. യുവർ പേരൻസ് ആർ ദേർ. അവർ വന്ന സാഹചര്യം, അവർ ജോലി ചെയ്യുന്ന സാഹചര്യം, ആദ്യം അവർ ജനിച്ച് അവർ വളർന്നതും അവരുടെ ജോലി കാര്യങ്ങളിലെല്ലാം, അതും ഇപ്പോഴത്തെ സാഹചര്യം ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. വി ആർ ഹാവിംഗ് മോർ ഫെസിലിറ്റീസ്, ബട്ട് അവർ പേരൻസ് were happy and satisfied with what all they got.
അവർ എക്സ്ട്രാ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് വൺ തിങ്, വിൽ ജസ്റ്റ് burst out and we'll just get all our frustrations on them. So അവിടെ നിങ്ങൾ ഓർക്കണം, they are embodying the sacrifice. Okay, your parents are sacrificing their own needs over yours. അവർ നിങ്ങളുടെ നീഡ്സിനും അവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രയോറിറ്റി നൽകും. ഇൻ ജനറൽ ത്യാഗം നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻപിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളോ ക്ഷേമം മുൻഗണന നൽകുന്നതാണ് ത്യാഗത്തിന്റെ ഒരു രീതി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. മൂന്നാമത്തെ ഗുണമായിരുന്നു സ്നേഹം. ഇപ്പൊ സ്നേഹം നമ്മൾ ഒരു ഇപ്പൊ ചർച്ച് ബേസിസിൽ ഇഫ് ഐ ടോക്ക് or else if I talk as a family, as a community, ഒരു കുടുംബ രീതിയിലും സമൂഹത്തിലും നമ്മൾ അനുഗ്രഹം, ക്ഷമ, കരുണ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഈസ് ദി എക്സാക്ട് തിങ് വിച്ച് വി ക്യാൻ ഡു ഇൻ ദിസ്. ഈ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്. Pesaha is the symbol of freedom, sacrifice and the everlasting love of our Lord Jesus Christ for his people. ഒരു അനുഗ്രഹമായ പെസഹ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം.